Yes, good morning everybody. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ടോപ്പിക്ക് ഓർമ്മയുണ്ടല്ലോ, ഡിറക്റ്റ് ഇൻഡിറക്റ്റ് സ്പീച്ച്. അതിലെ ഫസ്റ്റ് പാർട്ട് നമ്മൾ പഠിച്ചത് സ്റ്റേറ്റ്മെന്റ്സ് അല്ലേ. ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഇപ്പോൾ ഷീ സെഡ് I love poems. ഓക്കെ, ഇനി കോമയ്ക്ക് പുറത്തുള്ള അതുപോലെ എഴുതി കൺജങ്ഷൻ ദാറ്റ് ചേർത്തു. ഓർമ്മയുണ്ടല്ലോ, ചേഞ്ചിങ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേഴ്സൺ ഇൻ ടു തേർഡ് പേഴ്സൺ. ഐയുടെ തേർഡ് പേഴ്സൺ ഹി. വെർബ് പ്രസന്റ് ടെൻസ് മസ്റ്റ് ബി ചേഞ്ച്ഡ് ഇൻ ടു പാസ്റ്റ്. ലവിന്റെ പാസ്റ്റ് ലവ്ഡ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. ഇനി നോക്കിയേ, സെഡിന് പകരം സെയ്സ് ആയിരുന്നു. അപ്പൊ ഇൻവെർബ് കോമയ്ക്ക് പുറത്തുള്ള അതുപോലെ എഴുതി കൺജങ്ഷൻ ദാറ്റ് ഇയർ, ചേഞ്ചിങ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേഴ്സൺ ഇൻ ടു തേർഡ് പേഴ്സൺ. ഓക്കെ, പ്രസന്റ് ടെൻസ് മസ്റ്റ് ബി ചേഞ്ച്ഡ് ഇൻ ടു പാസ്റ്റ്. എങ്ങനെയാണെങ്കിൽ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ, സെഡ് ആണെങ്കിൽ. ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് സെയ്സ് അല്ലേ. അപ്പൊ എന്തോ നമ്മൾ പറഞ്ഞിരുന്നത്, ഇഫ് ദ റിപ്പോർട്ടിംഗ് വെർബ് ഈസ് ഇൻ ദി പ്രസന്റ് ടെൻസ് ഓർ ഇൻ ദി ഫ്യൂച്ചർ ടെൻസ്. റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ടെൻസിലോ ഫ്യൂച്ചർ ടെൻസിലോ ആണെങ്കിൽ ദ മെയിൻ വെർബ് ഈസ് റിമൈൻഡ് ഇൻ ദി പ്രസന്റ് ടെൻസ്. But he said that he loved poems. ഈ റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ടെൻസ് ആണ്. നമ്മുടെ കോമയ്ക്ക് പുറത്തുള്ള അതുപോലെ എഴുതി കൺജങ്ഷൻ ദാറ്റ് ഇയർ, ചേഞ്ചിങ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേഴ്സൺ ഇൻ ടു തേർഡ് പേഴ്സൺ. ഇനി വെർബ് പ്രസന്റ് ടെൻസ് വെർബ് മസ്റ്റ് ബി ചേഞ്ച്ഡ് ഇൻ ടു പാസ്റ്റ്. അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് സെയ്സ് ആണ്. എന്താ പഠിച്ചത്? ഇഫ് ദ റിപ്പോർട്ടിംഗ് വെർബ് ഈസ് ഇൻ ദി പ്രസന്റ് ടെൻസ് ഓർ ഇൻ ദി ഫ്യൂച്ചർ ടെൻസ്. റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ടെൻസിലോ ഫ്യൂച്ചർ ടെൻസിലോ ആണെങ്കിൽ സേയോ സെയ്സോ വിൽ സേയോ, ടെല്ലോ ടെൽസോ വിൽ ടെല്ലോ, ആസ്കോ ആസ്ക്സോ വിൽ ആസ്കോ ആണെങ്കിൽ ഡയറക്റ്റ് സ്പീച്ചിലെ വെർബിന്റെ ടെൻസിന് മാറ്റം വരത്തില്ല. പ്രസന്റ് എന്താവില്ല, പാസ്റ്റ് ആവില്ല. ഓക്കെ, ഇവിടെ കിട്ടിയല്ലോ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഓർമ്മിപ്പിച്ചതാണ്. അപ്പോൾ ഇവിടെ ദ ചേഞ്ചസ് ആർ ഫസ്റ്റ് വൺ, റിമൂവിങ് ഓൾ പങ്ക്ച്വേഷൻസ് ആൻഡ് ആഡിങ് കൺജങ്ഷൻ ദാറ്റ്. ചേഞ്ച് ഇറ്റ് ടു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേഴ്സൺ മസ്റ്റ് ബി ചേഞ്ച്ഡ് ഇൻ ടു തേർഡ് പേഴ്സൺ. ചേഞ്ച് ഇറ്റ് 3. പ്രസന്റ് ടെൻസ് verb must be changed into past and past into past perfect tense. Change 4. If the reporting verb is in the present tense or in the future tense. Reporting verb present tense lo future tense lo aanengil sayo sayso will sayo, tello telso will tello, asko askso will asko aanengil direct speech le verb inde tense ne maatam varathilla, present past avilla. The main verb is remained in the present tense. മെയിൻ വെർബ് പ്രസന്റ് ടെൻസിൽ തന്നെ ആയിരിക്കും. ഓക്കെ, ഇവിടെ കിട്ടിയല്ലോ. അടുത്ത സെൻറ്റൻസ് നോക്കിക്കാം. He said it to me, you are my brother. ഓക്കെ, ഇന്നലെ കോമയ്ക്ക് പുറത്തുള്ളത് അതുപോലെ എഴുതും. ഇപ്പോൾ സെഡ് ഇറ്റ് ടു എന്ന് പറയുന്നത് നമുക്ക് ടോൾഡ് ഉപയോഗിക്കാം. സെഡ് ഇറ്റ് ടു ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇന്നലെ കോമയ്ക്ക് പുറത്തുള്ള അതുപോലെ എഴുതി
കൺജങ്ഷൻ ദാറ്റ് ഇയർ. മനസ്സിലായി? ഇനി സ്റ്റേറ്റ്മെന്റ് സബ്ജക്റ്റ് നോക്കുക. ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റിന്റെ സബ്ജക്റ്റ് യു ആണ്, സെക്കൻഡ് പേഴ്സൺ അല്ലേ. ഇപ്പോൾ ഫസ്റ്റ് പേഴ്സണോ സെക്കൻഡ് പേഴ്സണോ ആണെങ്കിൽ അത് എന്താവും പറഞ്ഞു? തേർഡ് പേഴ്സൺ ആവും, ഹി ഓർ ഷീ. ഓക്കെ. വെർബ് ആർ, ആം ഈസ് ആർ പ്രസന്റ് ആണ്. ആമിൻ്റെയും ഈസിൻ്റെയും പാസ്റ്റ് വാസ്, ആറിൻ്റെ പാസ്റ്റ് വേർ. അപ്പോൾ ഇവിടെ പ്രസനൻസ് ആറ്, ഇൻഡയറക്റ്റ് സ്പീച്ച് അതിൻ്റെ പാസ്റ്റ് വേർ ആണ്. അപ്പോൾ ഹി വേർ. ഇനി ഹി വേർ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഹി സിംഗുലർ ആണ്. അപ്പോൾ അതിന് ഈക്വലായിട്ട് വരുന്നത് പാസ്റ്റ് ടെൻസ് വെർബ് വാസ്. ഹി ടോൾഡ് മീ ദാറ്റ് ഹി വാസ്. മൈ ബ്രദർ, എൻ്റെ എന്നുള്ളത് ഫസ്റ്റ് പേഴ്സൺ ആണ്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേഴ്സൺ മസ്റ്റ് ബി ചേഞ്ച്ഡ് ഇൻ ടു തേർഡ് പേഴ്സൺ. മൈ എൻ്റെ എന്നുള്ളത് ഹിസ്, അവൻ്റെ എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഹി ടോൾഡ് മീ ദാറ്റ് ഹി വാസ് ഹിസ് ബ്രദർ. നമ്മൾ പഠിച്ച റൂൾ അനുസരിച്ച് ഇത് റിപ്പോർട്ട് ചെയ്തു. നമുക്ക് ഹി ടോൾഡ് മീ ദാറ്റ് ഹി വാസ് ഹിസ് ബ്രദർ. ഇന്നൊരു കോമയ്ക്ക് പുറത്തുള്ള അതുപോലെ എഴുതി. സെഡ് ടൂന് നമ്മൾ ചേഞ്ച് ചെയ്ത് ടോൾഡ് ആക്കി എഴുതി. ഇന്നൊരു കോമയ്ക്ക് പുറത്തുള്ള അതുപോലെ എഴുതിയിട്ട് കൺജങ്ഷൻ ദാറ്റ് ചേർത്തു. ഇനി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേഴ്സൺ മസ്റ്റ് ബി ചേഞ്ച്ഡ് ഇൻ ടു തേർഡ് പേഴ്സൺ. കണ്ടോ? യു ഹി ആയിട്ട് ചേഞ്ച് ചെയ്തു. ഇനി വെർബ് ആറാണ്, പ്രസനൻസ് ആണ്. ആമിൻ്റെയും ഈസിൻ്റെയും പാസ്റ്റ് വാസ് ആണ്, ആറിൻ്റെ പാസ്റ്റ് വേർ. അപ്പോൾ ഇവിടെ നമ്മൾ ആ പാസ്റ്റ് ടെൻസ് എഴുതി വേർ. എന്നാൽ മുന്നിൽ കിടക്കുന്ന സബ്ജക്റ്റ് ഹി ആയതുകൊണ്ട് ഹി വേർ ശരിയാവില്ലല്ലോ. ഹി സബ്ജക്റ്റ് സിംഗുലർ അല്ലേ. അപ്പോൾ പാസ്റ്റ് ടെൻസിലെ സിംഗുലർ വെർബ് വാസ്. അപ്പോൾ ഹി വാസ്. മൈ ബ്രദർ, എൻ്റെ ബ്രദർ എന്നുള്ളതിൻ്റെ തേർഡ് പേഴ്സൺ ഹിസ് ബ്രദർ. ഇനി നോക്കിയേ, ഹി സെഡ് ടു മീ, അവൻ എന്നോട് പറഞ്ഞു, യു ആർ മൈ ബ്രദർ, നീ എൻ്റെ ബ്രദറാണ്. ഹി ടോൾഡ് മീ, അവൻ എന്നോട് പറഞ്ഞു, ദാറ്റ് ഹി വാസ് ഹിസ് ബ്രദർ, അവൻ അവൻ്റെ ബ്രദറായിരുന്നു. അവൻ എന്നോടാണ് പറഞ്ഞത്, യു ആർ മൈ ബ്രദർ, നീ എൻ്റെ ബ്രദറാണ്. അപ്പോൾ അവൻ ആരോടാ പറഞ്ഞേ? എന്നോടാണ് പറഞ്ഞത്. അപ്പോൾ അവൻ്റെ ബ്രദർ ആരാ? ഞാനാണ്. എന്നാൽ നമ്മൾ പഠിച്ച റൂൾ അനുസരിച്ച് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഹി ടോൾഡ് മീ ദാറ്റ് ഹി വാസ് ഹിസ് ബ്രദർ, അവൻ എന്നോട് പറഞ്ഞു അവൻ അവൻ്റെ ബ്രദറായിരുന്നു. യഥാർത്ഥത്തിൽ അവൻ്റെ ബ്രദർ ആരാ? ഞാനാണ്. പക്ഷെ ഇവിടുത്തെ റിപ്പോർട്ട് ചെയ്തപ്പോൾ ബ്രദർ മാറി, വേറെ ഏതോ ഒരുത്തനായി അവൻ്റെ ബ്രദർ. ആണോ? ക്രിട്ടിക്സ്. അപ്പോൾ അതെങ്ങനെ പറ്റി നോക്ക്. If the sentence begins with said it to me or said it to us, ഡയറക്റ്റ് സ്പീച്ചിലെ സെന്റൻസ് ബിഗിൻ ചെയ്യുന്നു said it to me എന്നോ said it to us എന്നോ ആണെങ്കിൽ, എന്നോട് പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞു എന്നാണ്. ഓക്കെ. അല്ലെങ്കിൽ told me told us, asked me asked us, അങ്ങനെയാണ് ഡയറക്റ്റ് സ്പീച്ചിലെ സെന്റൻസ് ബിഗിൻ ചെയ്യുന്നതെങ്കിൽ സെക്കൻഡ് പേഴ്സൺ ഇൻസൈഡ് ദ സ്റ്റേറ്റ്മെന്റിലെ സെക്കൻഡ് പേഴ്സൺ ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് ചേഞ്ച് ചെയ്യും. ഇപ്പൊ കറക്റ്റ് ആയി നോക്കി. ഹി ടോൾഡ് മീ ദാറ്റ് ഐ വാസ് ഹിസ് ബ്രദർ, അവൻ എന്നോട് പറഞ്ഞു ഞാൻ അവൻ്റെ ബ്രദർ ആയിരുന്നു. ഇപ്പൊ കറക്റ്റ് ആയി. അപ്പൊ എന്താണ് ഇവിടെ സെന്റൻസ് ബിഗിൻ ചെയ്യുന്നത്? ഡയറക്റ്റ് സ്പീച്ചിലെ സെന്റൻസ് ബിഗിൻ ചെയ്യുന്നത് സെഡ് ഇറ്റ് ടു മീ എന്നോ സെഡ് ഇറ്റ് ടു അസ് എന്നോ ആണെങ്കിൽ, എന്നോട് പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞു എന്നാണെങ്കിൽ, അല്ലെ ടോൾഡ് മീ ടോൾഡ് അസ്, ആസ്ക്ഡ് മീ ആസ്ക്ഡ് അസ്, അങ്ങനെയാണ് ഡയറക്റ്റ് സ്പീച്ചിലെ സെന്റൻസ് ബിഗിൻ ചെയ്യുന്നതെങ്കിൽ ഇവരുടെ കോമയ്ക്കുള്ളിൽ കിടക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ആ സ്റ്റേറ്റ്മെന്റിന്റെ സബ്ജക്റ്റ് സെക്കൻഡ് പേഴ്സൺ ഫസ്റ്റ് പേഴ്സൺ ആവും. നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിരുന്നത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേഴ്സൺ മസ്റ്റ് ബി ചേഞ്ച്ഡ് ഇൻ ടു തേർഡ് പേഴ്സൺ എന്നല്ലേ. പക്ഷെ
സെനൻസ് ബിഗിൻ ചെയ്യുന്നത് എന്നോട് പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞു എന്നാണെങ്കിൽ, എന്നുവെച്ചാൽ സെഡ് ഇറ്റ് ടു മീ, സെഡ് ഇറ്റ് ടു പിന്നെ സെഡ് ഇറ്റ് ടു അസ്, ടോൾഡ് മീ, ടോൾഡ് അസ്, ആസ്ക്ഡ് മീ, ആസ്ക്ഡ് അസ്, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് പേഴ്സൺ ഇൻസൈഡ് ദ സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് ബി ചേഞ്ച്ഡ് ഇൻ ടു ഫസ്റ്റ് പേഴ്സൺ. സ്റ്റേറ്റ്മെന്റിലെ സെക്കൻഡ് പേഴ്സൺ എന്തായി മാറും? ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് മാറും. ഇപ്പൊ കറക്റ്റ് ആയി സെനൻസ്. ഓക്കെ. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിനുള്ള റൂൾസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇന്നത്തെ കൊമയ്ക്ക് പുറത്തുള്ള അതുപോലെ എഴുതി കൺജങ്ഷൻ ദാറ്റ് ചേർത്തു. ചേഞ്ച് നമ്പർ 2, ചേഞ്ചിങ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേഴ്സൺ ഇൻ ടു തേർഡ് പേഴ്സൺ. നെക്സ്റ്റ്, present tense must be changed into past. She says that she said that she loved poems. He says that. Okay. But he says that he loves poems. Reporting verb present tense or future tense ആണെങ്കിൽ, sayo says will say ആണെങ്കിൽ, tello tells will tell ആണെങ്കിൽ, ask asks will ask ആണെങ്കിൽ ഡയറക്റ്റ് സ്പീച്ചിലെ വെർബിന്റെ ടെൻസിന് മാറ്റം വരത്തില്ല. പ്രസന്റ് എന്താവില്ല? പാസ്റ്റ് ആവില്ല. അപ്പോൾ he says that he loves poems. എടുത്ത് നോക്കി. He said it to me, you are my brother. എന്താണ് ചേഞ്ച്? ഇന്നത്തെ കൊമയ്ക്ക് പുറത്തുള്ള അതുപോലെ എഴുതുന്നു, കൺജങ്ഷൻ ദാറ്റ് എഴുതുന്നു. അപ്പോൾ ഇവിടെ സെഡ് ടു എന്ന് പറയാൻ ടോൾഡ് എഴുതി, അത്രേ ഉള്ളൂ. യു ആർ മൈ ബ്രദർ. ഇന്നത്തെ കൊമയ്ക്ക് പുറത്ത് കിടക്കുന്ന ഈ റിപ്പോർട്ടിംഗ് വെർബ് അതെന്താവട്ടെ? സെഡോ, ടോൾഡോ, ആസ്ക്ഡോ എന്താവട്ടെ. പക്ഷേ said it to me or said it to us, told me or told us, asked me or asked us, അങ്ങനെയാണ് ഡയറക്റ്റ് സ്പീച്ചിലെ സെൻസ് ബിഗിൻ ചെയ്യുന്നതെങ്കിൽ സ്റ്റേറ്റ്മെന്റിലെ സബ്ജക്റ്റ് ഫസ്റ്റ് സെക്കൻഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതെന്താവും? ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് ചേഞ്ച് ചെയ്യും. ഓക്കെ. if the sentence begins with said it to me or said it to us, asked me or asked us, second person inside the statement must be changed into first person. Statement second person first person like change. So correct. He told me that I was his brother. ഇത്രയുമാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള, ഡയറക്റ്റ് സ്പീച്ചിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിനുള്ള റൂൾസ് ഇതാണ്. സ്റ്റേറ്റ്മെന്റ് മാത്രമേ ആവുന്നുള്ളൂ, ഇത് അതിൻ്റെ ഒരു പാർട്ട് മാത്രമേ ആവുന്നുള്ളൂ. ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇമ്പരറ്റീവ്സ് ഉണ്ട്, എക്സ്ക്ലമേഷൻസ് ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉള്ള ചേഞ്ചസ്? ദ ചേഞ്ചസ് ആർ ഫസ്റ്റ് വൺ. എന്താണ്? റിമൂവിങ് ഓൾ പങ്ക്ച്വേഷൻസ് ആൻഡ് ആഡിങ് കൺജങ്ഷൻ ദാറ്റ്. ഇൻവെർട്ടർ കോമയ്ക്ക് പുറത്തുള്ള അതുപോലെ എഴുതി കൺജങ്ഷൻ ദാറ്റ്. ചേഞ്ച് നമ്പർ 2, first and second person must be changed into third person. Statement the subject first person or second person ആണെങ്കിൽ third person ആവും. Change number 3. If the reporting verb is in the present tense or in the future tense, reporting verb say or says so will say, tell or tells so will tell, ask or asks so will ask ആണെങ്കിൽ ഡയറക്റ്റ് സ്പീച്ചിലെ വെർബിന്റെ ടെൻസിന് മാറ്റം വരത്തില്ല. പ്രസന്റ് എന്താവില്ല? പാസ്റ്റ് ആവില്ല. ഓക്കെ. Change number 4. If the sentence begins with said it to me or said it to us, direct speech le sentence begin ചെയ്യുന്നു said it to me or said it to us. എന്നോട് പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞു എന്നാണെങ്കിൽ, അല്ലെ asked me or asked us, told me or told us, അങ്ങനെയാണെങ്കിൽ second person inside the statement must be changed into first person. Statementലെ second person എന്തായി മാറും? ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് മാറും. ഇത്രയുമാണ് ഒരു സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ചേഞ്ചസ്. ഓക്കെ, ഹാവ് യു ഗോട്ട് ഇറ്റ്? യെസ്. ഒന്ന് പുറത്ത് നോക്കിയത് നിങ്ങൾ.
ഈ സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യാൻ നോക്കി. ബാലു സെഡ് ഐ ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക്. അപ്പോൾ ഇൻവേർട്ടഡ് കോമയ്ക്ക് പുറത്തുള്ളതുപോലെ എഴുതി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? കൺജങ്ഷൻ ദാറ്റ്. ഓക്കെ ആണല്ലോ. ഇനി ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിൽ കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ് സബ്ജക്റ്റ് ഐ ഫസ്റ്റ് പേഴ്സൺ അല്ലേ? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേഴ്സൺ മസ്റ്റ് ബി ചേഞ്ച്ഡ് ഇൻ ടു തേർഡ് പേഴ്സൺ. ഐയുടെ തേർഡ് പേഴ്സൺ ഹി. ഇനി ഈ സ്റ്റേറ്റ്മെന്റ് വെർബ് നോക്കുക. ഹാവ് ഫിനിഷ്ഡ് ആണ് വെർബ്. ഓക്കെ, ഹാവ് ഫിനിഷ്ഡ് ഏത് ടെൻസാണ്? ഹാസും ഹാവും ഹാഡും പെർഫെക്റ്റ് ആണ്. ഓക്കെ, ഹാസും ഹാവും പ്രസന്റ് പെർഫെക്റ്റ്, ഹാഡ് പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പോൾ ഹാസും ഹാവും പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഹാഡ് പാസ്റ്റ് പെർഫെക്റ്റ്. ഹാസും ഹാവും ഹാഡും പെർഫെക്റ്റ്. ഹാസും ഹാവും പ്രസന്റ് പെർഫെക്റ്റ്. ഹാഡ് പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പോൾ ഹാവ് ഫിനിഷ്ഡ് എന്നുള്ളത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പ്രസന്റ് ടെൻസ് മസ്റ്റ് ബി ചേഞ്ച്ഡ് ഇൻ ടു പാസ്റ്റ് ടെൻസ്. അങ്ങനെയാണെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് മസ്റ്റ് ബി ചേഞ്ച്ഡ് ഇൻ ടു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പോൾ ഹാവ് ഫിനിഷ്ഡ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് എന്താ? ഹാവിൻ്റെ പാസ്റ്റ് ഹാഡ് അല്ലേ? അപ്പോൾ ഹാവ് ഫിനിഷ്ഡിൻ്റെ പാസ്റ്റ് ഹാഡ് ഫിനിഷ്ഡ് ദ വർക്ക്. ഓക്കെ, ഇപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്തു. ബാലു സെഡ് ദാറ്റ് ഹി ഹാഡ് ഫിനിഷ്ഡ് ദി വർക്ക്. ഓക്കെ, ഇന്നത്തെ കോമയ്ക്ക് പുറത്തുള്ള അതുപോലെ എഴുതി. കൺജങ്ഷൻ ദാറ്റ് ചേർത്തു. ചേഞ്ചിങ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേഴ്സൺ ആൻഡ് തേർഡ് പേഴ്സൺ. പ്രസന്റ് മസ്റ്റ് ബി ചേഞ്ച്ഡ് ഇൻ ടു പാസ്റ്റ്. ഓക്കെ, ഇപ്പോൾ ഈ സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്തു. ക്രെഡിറ്റ്സ് കിട്ടിയല്ലോ. Nayana said, I am washing my clothes. റിപ്പോർട്ട് ചെയ്തേ. വേറെ ഭൂമിക്ക് പുറത്തുള്ളത് അതുപോലെ എഴുതി. കൺജങ്ഷൻ ദാറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇൻവേറെ ഭൂമിക്കുള്ളിൽ കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ് സബ്ജക്റ്റ് ഐ ഏത് പേഴ്സൺ? ഫസ്റ്റ് പേഴ്സൺ. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേഴ്സൺ മസ്റ്റ് ബി ചേഞ്ച്ഡ് ഇൻ ടു തേർഡ് പേഴ്സൺ. ഐയുടെ തേർഡ് പേഴ്സൺ ഹി ഓർ ഷീ. ഇവിടെ നയനയല്ലേ? ഷീ. ഇനി വെർബ് നോക്കുക. ആം വാഷിംഗ് ആണ് വെർബ്. ആമും ഈസും ആറും പ്രസന്റ് ആണ്. വാഷിങ് വാഷിൻ്റെ ING ഫോം. അപ്പോൾ അത് കണ്ടിന്യൂസ് ആവും. മുന്നിൽ ആമായതുകൊണ്ട് ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസന്റ് ടെൻസ് പാസ്റ്റ് ആവുന്നല്ലേ പഠിച്ചത്? അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് മസ്റ്റ് ബി ചേഞ്ച് ഇൻ ടു പാസ്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്തായി മാറും? പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. ആം വാഷിങ്ങിൻ്റെ പാസ്റ്റ്. ആമിൻ്റെ പാസ്റ്റ് എന്താണെന്ന് നോക്കിയാൽ മതി. ആമിൻ്റെയും ഈസിൻ്റെയും പാസ്റ്റ് വാസ് ആണ്. അപ്പോൾ ആം വാഷിങ്ങിൻ്റെ പാസ്റ്റ് വാസ് വാഷിംഗ് മൈ ക്ലോത്ത്സ്. ഓക്കെ, അപ്പോൾ നയന സെഡ് ദാറ്റ് ഷീ വാസ് വാഷിംഗ് മൈ ക്ലോത്ത്സ് എന്നുള്ളത് ഹർ ക്ലോത്ത്സ് എന്ന് മാറും അല്ലേ? എൻ്റെ ക്ലോത്ത്സ് എന്നുള്ളത് അവളുടെ ക്ലോത്ത്സ് എന്ന് മാറും. അപ്പോൾ ഇൻവെർട്ടഡ് കോമയ്ക്ക് പുറത്തുള്ളതുപോലെ എഴുതി. കൺജങ്ഷൻ ദാറ്റ് ചേർത്തു. ഇൻവെർട്ടഡ് കോമയ്ക്കുള്ളിൽ കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ് സബ്ജക്റ്റ് അത് ഫസ്റ്റ് പേഴ്സണോ സെക്കൻഡ് പേഴ്സണോ ആണെങ്കിൽ തേർഡ് പേഴ്സൺ ആവും. വെർബ് പ്രസന്റ് ടെൻസ് മസ്റ്റ് ബി ചേഞ്ച്ഡ് ഇൻ ടു പാസ്റ്റ്. ഈ പേഴ്സൺ മാറ്റാനുള്ളത് മാറ്റി എഴുതും. അപ്പോൾ നയന സെഡ് ദാറ്റ് ഷി വാസ് വാഷിംഗ് ഹർ ക്ലോത്ത്സ്. ഓക്കെ.